بسم الله الرحمن الرحيم مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 17-18 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനു മുൻപുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലെ 3 വിഭാഗക്കാരെ കുറിച്ചാണ് വിവരിച്ചത്. 1 മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, 2 കുഫാറുകൾ, 3 മുനാഫിഖുകൾ. മുനാഫിഖുകളെക്കുറിച്ച് അള്ളാഹു വിശദമായി വിവരിച്ചു. അതിനുശേഷം ഇനിയുള്ള ആയത്തുകളിൽ മുനാഫിഖുകളുടെ ഉപമയാണ് അള്ളാഹു വിവരിക്കുന്നത്. അതാണ് ആദ്യത്തെ ആയത്തിൽ മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മ അദാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ. മസലുഹും അവരുടെ ഉപമ. മസലുഹും ആരുടെ ഉപമ? മസലുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ ഉപമ. ഖുർആനിൻ്റെ ശൈലികളിൽപ്പെട്ടതാണ് മസലുകൾ പറയാന്നുള്ളത്, ഉപമകൾ പറയാന്നുള്ളത്. ഉലമാക്കൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബ് തന്നെയുണ്ട്, അംസാലുൽ ഖുർആൻ എന്ന പേരിൽ. വിശുദ്ധ ഖുർആനിലെ ഉപമകൾ മാത്രം ക്രോഡീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, വേറെ കിതാബാണ്. അംസാലുകൾ, ഉപമകൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിൽ, ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതിൽകൽ അംസാലു നദ്രിബുഹാ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അള്ളാഹു ഉപമകൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വതിൽകൽ അംസാൽ, ഈ ഉപമകൾ, നദ്രിബുഹാ, നാം വിവരിക്കുന്നു, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ആലിമീങ്ങൾക്കല്ലാതെ അത് മനസ്സിലാവുകയില്ല. സലഫുകളിൽ ചിലർ ഖുർആനിലെ ഉപമകൾ മനസ്സിലാകാതെ വന്നാൽ കരയാറുണ്ടായിരുന്നു എന്നാണ്. അവർ പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ ഖുർആൻ വിവരം നൽകപ്പെട്ടവരിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. ഉപമകളുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഉപമകൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇൽമിൽ, മഹത്തരമായ ഇൽമുകളിൽപ്പെട്ട, വിജ്ഞാനത്തിൽപ്പെട്ടതാണ്. ഈ സൂറത്തിൽ ആദ്യമായി പറയുന്ന ഉപമയാണിത്. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറ. മസലുഹും അവരുടെ ഉപമ, കമസൽ, ഒരു ഉപമ പോലെയാണ്. ആരുടെ ഉപമ? കമസലില്ലദി, അല്ലദി ഒരാൾ, ഒരുവൻ്റെ ഉപമ പോലെയാണ്. എന്താണ് ഈ ഒരുവൻ്റെ പ്രത്യേകത? ഇസ്തൗഖദ്, അയാൾ വുഖൂദ് അന്വേഷിച്ചു. അത് വുഖൂദ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഇവിടെ വുഖൂദ് എന്ന് പറയില്ലേ, ഇന്ധനത്തിന്, പെട്രോൾ, വുഖൂദ്. ഇസ്തൗഖദ്, അയാൾ വിറക് അന്വേഷിച്ചു. ഇസ്തൗഖദ നാറൻ. ഇസ്തൗഖദ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇസ്തഫഅല വസ്ന് പൊതുവെ എന്തറിയിക്കുന്നുണ്ട്? തലബ് അറിയിക്കുന്നു, തേട്ടം. ഇസ്തിഗാസ, ഇസ്തിആന. ഇസ്തൗഖദ്, അദ്ദേഹം വിറക് അന്വേഷിച്ചു, അല്ലെങ്കിൽ വിറക് തേടി, ചോദിച്ചു. ഇസ്തൗഖദ നാറൻ, അയാൾ ഇന്ധനം അന്വേഷിച്ചത് എന്തിനു വേണ്ടിയാണ്? തീ കത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്തൗഖദ നാറൻ. അപ്പോൾ അയാൾ ഇരുട്ടിലാണ്, അതുപോലെ തന്നെ തണുപ്പിലാണ്. പൊതുവെ വിറക് അന്വേഷിക്കുന്നതിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ്. തണുപ്പിൽ നിന്ന് ചൂട് ലഭിക്കാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ലഭിക്കാൻ. ഇസ്തൗഖദ നാറൻ. മുനാഫിഖിൻ്റെ ഉപമ ഏതുപോലെയാണ്? തീ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. 2 തഫ്സീറുകൾ പണ്ഡിതന്മാർക്ക് അതിലുണ്ട്. ചിലർ പറഞ്ഞു ഇസ്തൗഖദ് എന്ന് പറഞ്ഞാൽ അയാൾ അന്വേഷിക്കുന്നു, അയാൾ തെരഞ്ഞു നടക്കുന്നു, വിറക് തെരഞ്ഞു നടക്കുന്ന ഒരാളെ പോലെയാണ്. മറ്റു ചിലർ പറഞ്ഞു ഇസ്തൗഖദ നാറൻ, മറ്റുള്ളവരോട് വിറക് ചോദിച്ചവനെ പോലെയാണ്. 2 തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് അയാൾ തന്നെ സ്വയം അന്വേഷിക്കാൻ ഇറങ്ങിയതാണ്, മറ്റൊന്ന് അയാൾ വേറെ ഉള്ളവരോട് വിറക് ചോദിച്ചവനാണ്. ഇസ്തൗഖദ നാറൻ, അതിനനുസരിച്ച് ഇതിൻ്റെ തഫ്സീർ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ പറഞ്ഞ 2 വിശദീകരണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി
ഇസ്തൗഖദ നാറൻ, അയാൾ അന്വേഷിക്കുന്നത് തീ അന്വേഷിച്ചുകൊണ്ട് അഗ്നി അന്വേഷിക്കുകയാണ്. ഫലമ്മ, അങ്ങനെ ഫലമ്മ ആയപ്പോൾ, ഇങ്ങനെ ആയപ്പോൾ, ഫലമ്മ അദാഅത്ത് ദിയാ എന്നൊക്കെ പറയില്ലേ, എന്താ ദിയാ എന്നാണ്? ദിയാ വെട്ടം, വെളിച്ചം. ഫലമ്മ അദാഅത്ത്, അത് പ്രകാശിപ്പിച്ചപ്പോൾ, വെളിച്ചം നൽകിയപ്പോൾ. ഫലമ്മ അദാഅത്ത്, എന്ത് വെളിച്ചം നൽകിയപ്പോൾ? ഫലമ്മ അദാഅത്തിന്നാർ, ആ തീ വെളിച്ചം പകർന്നപ്പോൾ, പ്രകാശം പരത്തിയപ്പോൾ. ഫലമ്മ അദാഅത്ത് മാ ഹൗലഹു, മാ ഒരു കാര്യം, ഹൗലഹു അതിന് ചുറ്റുമുള്ളത്, അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ആ തീ പ്രകാശം പരത്തിയപ്പോൾ, അതിന് പ്രകാശം ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദഹബല്ലാഹു ബിനൂരിഹിം, ദഹബല്ലാഹു ബിനൂരിഹിം. ദഹബ ബി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇല്ലാതെയാക്കി, കൊണ്ടുപോയി എന്നൊക്കെയാണ്. ദഹബല്ലാഹു ബിനൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു, ഇല്ലാതെയാക്കി കളഞ്ഞു. ദഹബല്ലാഹു ബിനൂരിഹിം. കേവലം ദഹബ അല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾ വിചാരിക്കും ദഹബിൻ്റെ അർത്ഥം പോയി എന്നല്ലേ? അല്ല, ഇവിടെ ദഹബ ബീനാണ്. ദഹബല്ലാഹു ബിനൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശത്തെ എടുത്തു കളഞ്ഞു, ഇല്ലാതെയാക്കി. ഇപ്പോൾ ഒരാളുടെ ഉപമ പോലെയാണ്. എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ പ്രകാശം അന്വേഷിച്ച് നടക്കുന്നു, പ്രകാശം കിട്ടി. പ്രകാശം കിട്ടിയ ഉടനെ ദഹബല്ലാഹു ബിനൂരിഹിം, അയാളൊന്ന് ആശ്വസിച്ചു വരുമ്പോഴേക്ക് ആ പ്രകാശം അള്ളാഹു ഇല്ലാതെയാക്കി കളഞ്ഞു. വതറക്കഹും അവരെ ഉപേക്ഷിച്ചു. വതറക്കഹും ഫീ ദുലുമാത്ത്, എവിടെ വിട്ട് കളഞ്ഞു? ദുൽമത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ദുലുമാത്ത്. ഇരുട്ടുകളിൽ അള്ളാഹു ഉപേക്ഷിച്ച് കളഞ്ഞു, അവരെ അള്ളാഹു ഇരുട്ടുകളിൽ ഉപേക്ഷിച്ചു. നോക്കൂ, ഇവിടെ പ്രകാശം പറഞ്ഞത് എങ്ങനെയാണ്? ഏകവചനമാണ്. ദഹബല്ലാഹു ബിനൂരിഹിം, അവരുടെ പ്രകാശം കളഞ്ഞു. പ്രകാശങ്ങൾ ഇല്ലാതെയാക്കി എന്നാണോ? അല്ല, പ്രകാശം. എന്നാൽ ഇരുട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഇരുട്ട് എന്നല്ല പറഞ്ഞത്. വതറക്കഹും ഫീ ദുൽമ എന്നല്ല പറഞ്ഞു, വതറക്കഹും ഫീ ദുലുമാത്ത്. അള്ളാഹു ഇരുട്ടുകളിൽ അവരെ വിട്ടേച്ചു കളഞ്ഞു. ലാ യുബ്സിറൂൻ, എന്താണ് അവരുടെ അവസ്ഥ? ലാ യുബ്സിറൂൻ, അവർ ആ ഇരുട്ടിൽ ലാ യുബ്സിറൂൻ, അവർക്ക് കാണാൻ കഴിയുന്നില്ല, അവർക്ക് കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു അവരെ ഉപേക്ഷിച്ചിരിക്കുന്നു. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സുമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? സും അല്ല, അത് ബുക്മാണ്. സുമ്മ് ചെവി കേൾക്കില്ല. സുമ്മുൻ അവർ കേൾക്കാൻ കഴിവില്ലാത്തവരാണ്, ചെവി കേൾക്കാത്തവരാണ്. സുമ്മുൻ ബുക്മുൻ, ബുക്കും സംസാരിക്കാൻ കഴിവില്ലാത്തവരാണ്, മൂകത ബാധിച്ചിരിക്കുന്നവരെ. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ, കാഴ്ചയില്ലാത്തവരാണ്, അന്ധത അവരെ ബാധിച്ചിരിക്കുന്നു. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ, അവർ കേൾവിയില്ലാതെ, കാഴ്ചയില്ലാതെ, സംസാരശേഷിയില്ലാതെ ആയിരിക്കുന്നു. ഫഹും ലാ യർജിഊൻ, ഫഹും അക്കൂട്ടർ, ലാ യർജിഊൻ റജഅ മടങ്ങി, ലാ യർജിഊൻ പഠിച്ച ഫിഅല് പെട്ടല്ലേ? ലാ യർജിഊൻ, അവർ മടങ്ങുകയില്ല. ഫഹും ലാ യർജിഊൻ. നിങ്ങൾ ചോദിക്കാറില്ല എങ്ങനെയാണ് മുദാരി മുസ്തഖ്ബലാണോ അല്ലേ എന്ന് മനസ്സിലാക്കിയത്? കണ്ടില്ലേ ഈ സാഹചര്യം നോക്കൂ. ഫഹും ലാ യർജിഊൻ, അവർ മടങ്ങുന്നതല്ല. ഇവിടെ മുസ്തഖ്ബലാണ്. ഫഹും ലാ യർജിഊൻ, അവർ മടങ്ങുകയില്ല. ഇതാണ് ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. ഇത് അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഹാലുൽ മുനാഫിഖീൻ അല്ലദീന ആമനു, മുനാഫിഖീങ്ങളുടെ അവസ്ഥ, ഹാൽ എന്ന അവസ്ഥ. അല്ലദീന ആമനു, അവർ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു. ളാഹിറൻ ലാ ബാത്തിനൻ, ളാഹിറൻ പുറമേക്ക്, ലാ ബാത്തിനൻ ഉള്ളിലില്ല. എന്താ ളാഹിർ എന്നാണ്? പുറത്തേക്കുള്ളത്, ബാത്തിൻ ഉള്ളു. ളാഹിറൻ അവർ ഈമാൻ സ്വീകരിച്ചിരിക്കുന്നു. ളാഹിറൻ പുറമേക്ക് മുസ്ലിങ്ങളാണ്. ലാ ബാത്തിനൻ എന്നാൽ ഉള്ളിൽ അവർ ഈമാൻ സ്വീകരിച്ചില്ല. അവരുടെ അവസ്ഥ ഏതുപോലെയാണ്? അവർ ഏതിലെ വിശ്വാസം കാണിച്ചിട്ടില്ല? ബിറിസാലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ,
അവിടുന്ന് റസൂലാണ് എന്നതിൽ അവർ വിശ്വാസമുള്ളവരാണെന്ന് പുറമേക്ക് കാണിച്ചിരിക്കുന്നു, ഉള്ളിൽ വിശ്വസിച്ചിട്ടില്ല. അവരുടെ അവസ്ഥ സുമ്മ കഫറു, പിന്നീട് അവരെന്താ ചെയ്തത്? സുമ്മ കഫറു, പിന്നീട് അവർ അതിനെ നിഷേധിച്ച് കളഞ്ഞു. പുറമേക്ക് ഈമാൻ സ്വീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. സുമ്മ കഫറു, പിന്നീട് കുഫ്ർ സ്വീകരിച്ച ആളുകൾ ഫസാറു യതഖബ്ബതൂന ഫീ ദുലുമാതി ളലാലിഹിം വഹും ലാ യശ്ഉറൂൻ. ഫസാറു, സാറ നസാറ, അത് സാറ, സീന്, ഇത് സാദ്, ആയിത്തീർന്നു. ഫസാറു, അവർ ആയിത്തീർന്നു. യതഖബ്ബതൂൻ, തഖബ്ബത്ത് തപ്പിത്തടയ, തഖബ്ബത്ത് എന്നറിയാം, തപ്പിത്തടയ. ഫസാറു യതഖബ്ബതൂന ഫീ ദുലുമാതി ളലാലിഹിം, അവരുടെ ളലാലിൻ്റെ വഴികേടിൻ്റെ ഇരുട്ടുകളിൽ അവർ തപ്പിത്തടയുന്നവരായി തീർന്നു. വഹും ലാ യശ്ഉറൂൻ, എന്നാൽ അവർക്കത് ബോധ്യപ്പെടുന്നില്ല, തങ്ങൾ വഴികേടിലാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. വലാ അമല ലഹും ഫിൽ ഖുറൂജി മിൻഹാ, വലാ അമല ലഹും, അമൽ അമൽ, അത് അമൽ, ഇത് അമൽ, അത് അലം. അമൽ എന്താ? കുട്ടികൾക്ക് പേരിടല്ലേ? അല്ല, അമൽ, അമൽ കേട്ടിട്ടില്ല നിങ്ങൾ? അമൽ പ്രതീക്ഷ. വലാ അമല ലഹും, അവർക്ക് പ്രതീക്ഷയില്ല. കുട്ടികൾക്ക് പേരിടില്ല, അമൽ എന്ന് പേരിടില്ല. വലാ അമല ലഹും, അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഫിൽ ഖുറൂജി മിൻഹ, എന്തിൽ പ്രതീക്ഷയില്ല? അർത്ഥം പറയും. അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള യാതൊരു പ്രതീക്ഷയും അവർക്കില്ല. ഏതിൽ നിന്ന്? മിൻഹ എന്ന് പറഞ്ഞാൽ ഐ മിൻ ദുലുമാതി ളലാലിഹിം, അവരുടെ വഴികേടിൻ്റെ ഇരുട്ടുകളിൽ നിന്ന് പുറത്തു കടക്കാമെന്ന ഒരു പ്രതീക്ഷയും അവർക്കില്ല. അങ്ങനെ ആയിട്ടുള്ള മുനാഫിക്കുകൾ, മുനാഫിക്കുകളുടെ അവസ്ഥ എന്താ? അതാദ്യം മനസ്സിലാക്കുക. അവരാദ്യം പുറമേക്ക് ഈമാൻ സ്വീകരിച്ചു, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. പിന്നീട് അവർ അതിനെ നിഷേധിച്ച് കളഞ്ഞു. അവർ ഉള്ളുകൊണ്ട് അതിൽ അവിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ അവരുടെ വഴികേടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പലയിടത്തും പറഞ്ഞതുപോലെ മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉല വലാ ഇലാഹ ഉല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നില്ലാതെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ. കുറച്ചു നേരം മുഅ്മിനീങ്ങളൊപ്പം നിൽക്കണം, കുറച്ചു നേരം കാഫിരീങ്ങളൊപ്പം നിൽക്കണം. മുസ്ലിമീങ്ങൾക്കൊരു പ്രയാസം വന്നാൽ അവരെ സഹായിക്കുകയുമില്ല, എന്നാൽ കുഫാറുകളോടൊട്ട് ചേരുകയുമില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുക എന്നതാണ് മുനാഫിക്കുകളുടെ അവസ്ഥ. അപ്പോൾ ഒരു മുഅ്മിനായിട്ടുണ്ട്, എന്നാൽ നേരെ മുസ്ലിമായി അവർ ഇസ്ലാമിൽ സമാധാനത്തിൽ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഉള്ളിലിട്ട് അവർ പ്രവേശിച്ചിട്ടുമില്ല, എന്നാൽ അതിൽ നിന്നൊട്ട് പുറത്തേക്ക് കടന്നതുപോലെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരവരുടെ വഴികേടുകളിൽ തഹബ്ബുത്താണ്, തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യണം? അങ്ങനെ ഒരു ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്ക് മറ്റൊന്ന് കാണിക്കുന്നവൻ്റെ ജീവിതം ഇതായിരിക്കും. അവൻ ഒരു നിലക്ക് സമാധാനത്തിലല്ല. മുൻപ് നമ്മൾ ഈ ആയത്തുകളിലൊക്കെ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളുടെ അടുത്തെത്തുമ്പോൾ അവർക്കൊരു മുഖമുണ്ട്, കാഫിരീങ്ങളുടെ അടുത്തൊരു മുഖമുണ്ട്, അവരുടെ രഹസ്യം പുറത്താകുമോ എന്ന പേടിയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലാണ് അവരുള്ളത്. അവരുടെ അവസ്ഥ ഏതുപോലെയാണ്? തുഷ്ബിഹു, അത് സാദൃശ്യമായിരിക്കുന്നു. തുഷ്ബിഹു എന്നാണ് അത് ഹാലില്ല, തുടക്കത്തിൽ ഹാൽ എന്ന് പറഞ്ഞില്ല, അതിൻ്റെ ബാക്കിയാണ് തുഷ്ബിഹു. അത് സാദൃശ്യമായിരിക്കുന്നു. ഹാല ജമാഅത്തിൻ, ഒരു കൂട്ടരുടെ അവസ്ഥയോട്. ഈ മുനാഫിഖിൻ്റെ അവസ്ഥ അള്ളാഹു ഉപമിച്ചിരിക്കുന്ന ഏത് ആളുകളോടാണ്? ഹാല ജമാഅത്തിൻ ഫീ ലൈലത്തിൻ മുദ്ലിമ, ഒരു കൂട്ടം ആളുകൾ, അവർ ലൈല മുദ്ലിമ. എന്താ ലൈല മുദ്ലിമ? ലൈലത്ത് രാത്രി, മുദ്ലിമ ഇരുട്ടുള്ളത്, ദുൽമത്തുള്ളത്, ഇരുട്ടുള്ള ഒരു രാത്രിയിൽ അകപ്പെട്ട ഒരു കൂട്ടരെ പോലെയാണ് അവരുടെ അവസ്ഥ. ഒരു പ്രകാശവുമില്ല. കുറച്ച് ആളുകൾ ഒരു വിജനമായ സ്ഥലത്ത് ഇരുട്ടിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കാം. വഔഖദ അഹദുഹും നാറൻ അദീമതൻ ലിദ്ദഫഇ വൽ ഇദാഅ. വഔഖദ, ഔഖദ കത്തിച്ചു, ഔഖദ. വഔഖദ അഹദുഹും, അവരിൽ ഒരാൾ കത്തിച്ചു, നാറൻ അദീമതൻ, വലിയ ഒരു തീ കത്തിച്ചു. എന്തിനു വേണ്ടിയാണ് അത് കത്തിച്ചത്? ലിദ്ദഫഇ, ദഫ് എന്താണ്? ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ദഫ്, ദഫ് എന്നാണ് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ പറയുക? ചൂട് കായാന്നറിയില്ല നമ്മൾ. ദഫ്. ലിദ്ദഫഇ വൽ ഇദാഅതി, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം? രണ്ട് കാര്യങ്ങൾ. ഒന്ന് ചൂട് കിട്ടുക, തണുപ്പിൽ ചൂട് കായാൻ വേണ്ടി. രണ്ട് വൽ ഇദാഅ,
പ്രകാശം കിട്ടാൻ വേണ്ടി. ഫലമ്മ സതഅത്തിൻ നാർ, അങ്ങനെ ഈ തീ സതഅത്ത് എന്ന ആളി കത്തിയപ്പോൾ, തീ ഉയർന്നപ്പോൾ, ഫലമ്മ സതഅത്തിൻ നാറു വഅനാറത് മാ ഹൗലഹു, ഈ തീ അതിന് ചുറ്റുമുള്ളതെല്ലാം അവിടെ എല്ലാം പ്രകാശം പരത്തിയപ്പോൾ, അനാറ പ്രകാശമുണ്ടാക്കി, വഅനാറത് മാ ഹൗലഹു അതിന് ചുറ്റുമുള്ളിടങ്ങളിലെല്ലാം പ്രകാശം പരത്തിയപ്പോൾ, ഇൻതഫഅത്, ഇൻതഫഅ അല്ല, കെട്ടുപോയി. ഇൻതഫഅ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് ലാസിമായ ഫഅലായിരിക്കും, തഅദ്ദിയാവില്ല. ഇൻതഫഅ കെട്ടുപോയി. അത്ഫഅ എന്ന് പറഞ്ഞാലോ കെടുത്തി. ഇൻതഫഅ എന്ന് പറഞ്ഞാൽ കെട്ടു, ആ തീ കെട്ടുപോയി. ഇൻതഫഅത് വഅഅതമത്, അത് ഇരുട്ട് പരത്തി. അതമ എന്ന് പറഞ്ഞാൽ രാത്രി ഇരുട്ട് പരക്കുന്ന സമയത്തിനാണ് അതമത്ത് എന്ന് പറയുന്നത്. വഅഅതമത്, അത് രാത്രിയിൽ ഇരുട്ട് കടുത്ത ഇരുട്ടിലാക്കി കളഞ്ഞു. ഫസാറ അസ്ഹാബുഹ ഫീ ദുലുമാതിൻ, അതോടുകൂടി ആ തീയിൻ്റെ ചുറ്റുമിരുന്ന ആളുകൾ, ഫസാറ അവർ ആയിത്തീർന്നു, അസ്ഹാബുഹ ഈ തീയിൻ്റെ ആളുകൾ, ഇത് കെടുത്തിയ ആളുകൾ, ഈ തീ കത്തിച്ച ആളുകൾ അവരായിത്തീർന്നു, ഫീ ദുലുമാതിൻ ഇരുട്ടുകളിലായിത്തീർന്നു. ലാ യറൗന ഷൈഅൻ, ലാ യറൗൻ കാണുന്നില്ല, ഷൈഅൻ ഒരു കാര്യം അവർക്ക് കാണാൻ കഴിയുന്നില്ല. വലാ യഹ്തദൂന ഇലാ തരീഖിൻ വലാ മഖ്റജ്, വലാ യഹ്തദൂൻ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല, മാർഗം കിട്ടുന്നില്ല. ഇലാ തരീഖിൻ എന്തെങ്കിലും ഒരു വഴിയിലേക്കോ, വലാ മഖ്റജ് ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ഇതാണ് മുനാഫിഖിൻ്റെ അവസ്ഥ. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഉപമ കൊണ്ട് ഉദ്ദേശിച്ച് ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ്, ഈ ഉപമ പല രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഷെയ്ഖ് സഅദി അദ്ദേഹത്തിൻ്റെ തഫ്സീർ നൽകിയ വിശദീകരണമാണ്. അദ്ദേഹം പറഞ്ഞു, മുനാഫിഖുകൾ ഈമാൻ സ്വീകരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ആ പ്രകാശമാണ് ഇവിടെ തീ കൊണ്ട് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അവർ ഇസ്ലാം സ്വീകരിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് പുറമേക്ക് പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയതാണ് ആ പ്രകാശം. അതാണ് പ്രകാശം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് സുബ്ഹാനഹു വ തആല. ആ പ്രകാശം അതിൻ്റെ ഉപകാരം എന്തായിരുന്നു? അതുകൊണ്ട് അവർ മുസ്ലിങ്ങളായി ഗണിക്കപ്പെട്ടു. ഒന്ന്. രണ്ട്, മദീനയിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് മുസ്ലിമീങ്ങൾ എന്ന പരിഗണനയുണ്ട്. അവരുടെ രക്തത്തിനും അവരുടെ ജീവനും അവരുടെ സമ്പത്തിനും മുസ്ലിമീങ്ങൾ എന്ന നിലക്കുള്ള സംരക്ഷണമുണ്ട്. അത് അവരനുഭവിച്ചു. ഇതൊക്കെയാണ് ആ പ്രകാശം. അതുപോലെ തന്നെ അവർക്ക് മുസ്ലിമീങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാം. അതുപോലെ അവരുടെ സമ്പത്തിൽ അനന്തരാവകാശമുണ്ട്. ഇതൊന്നും കാഫിറുകൾക്കില്ല. ഒരാൾ മുസ്ലിം അല്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞതൊന്നും ലഭിക്കില്ല. അപ്പം അവർക്ക് ജീവനും സമ്പത്തിനും സംരക്ഷണമുണ്ട്, വിവാഹം കഴിക്കാം. അതുപോലെ തന്നെ യുദ്ധത്തിൽ എന്ത് ലഭിക്കും? ഖനീമത്തിൽ ഒരു പങ്ക് ലഭിക്കും. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ച പ്രകാശം. അവർക്ക് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് ലഭിക്കുന്ന ഭൗതികമായ ചില നേട്ടങ്ങൾ, അത് ഉദ്ദേശിച്ചുകൊണ്ടല്ല അവർ ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെ അവർ ഈ നേട്ടങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട്, സുഖങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു. പക്ഷേ ഈ നേട്ടം എപ്പോൾ അവസാനിക്കും? എപ്പോൾ അവസാനിക്കും? മരിച്ചതോടുകൂടി ഇത് അവസാനിക്കും. അതാണ് ദഹബല്ലാഹു ബിനൂരിഹിം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മരണമാണ് അതിൻ്റെ ഉദ്ദേശം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു പ്രകാശവും അവർക്കില്ല. ഇരുട്ടുകളിലാണ് അവരുള്ളത്. ഷെഅദി അദ്ദേഹം പറഞ്ഞു, അവരുടെ ഇരുട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പല ഇരുട്ടുകളിലാണ്. ഈ കൂട്ടം ആളുകൾ വിജനമായ ഒരു ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർക്കുള്ള ഇരുട്ടുകൾ എത്ര ഉണ്ട്? അദ്ദേഹം പറഞ്ഞേക്കണം. അദ്ദേഹം പറഞ്ഞു, രാത്രിയുടെ ഇരുട്ടുണ്ട്, മേഘം അതിൻ്റെ ഇരുട്ടുണ്ട്, ഒരു നക്ഷത്രത്തിൻ്റെയോ ഒരു നക്ഷത്രത്തിൻ്റെ വെട്ടം പോലും താഴേക്ക് ഇറങ്ങുകയില്ല, ചന്ദ്രൻ്റെ വെളിച്ചവും താഴേക്ക് ഇറങ്ങുകയില്ല. മേഘങ്ങളുണ്ട്, അതിനോടൊപ്പം മഴയുണ്ട്, കോരിച്ചൊരിയുന്ന മഴയുണ്ട്. അപ്പോൾ വീണ്ടും കാഴ്ച തടസ്സപ്പെട്ടു. അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞു, ഇതിനെല്ലാം പുറമെ പ്രകാശം കത്തിച്ചു വെച്ച ഒരാൾക്കത് നഷ്ടമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇരുട്ടത് വേറെയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് നല്ല വെളിച്ചത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? കണ്ണ് ഒന്നാകെ കാഴ്ച പോയത് പോലെ. സാധാരണ ഇരുട്ടും കൂടിയല്ല, അതിനേക്കാൾ ശക്തിയുള്ള ഇരുട്ടാണ്. ഇത് ളുലുമാത്തുകളാണ്. ഇരുട്ടുകളുടെ പല തട്ടുകൾ അവരുടെ മേൽ പൊതിഞ്ഞിരിക്കുന്നു. അതേപോലെയായിരിക്കും മുനാഫിഖിൻ്റെ അവസ്ഥ. ഇവിടെ ഈ സുഖങ്ങളെല്ലാം ആസ്വദിച്ചു പോയ ഒരു മനുഷ്യൻ
ഇവൻ മരിക്കുന്നതോടുകൂടി ഇപ്പറഞ്ഞ പ്രകാശങ്ങളെല്ലാം കെട്ടുപോകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് ഈ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അവൻ ഖബറിലെത്തിയാൽ അവൻ്റെ അവസ്ഥ എന്താണ്? അവൻ്റെ അടുത്ത് മലക്കുകൾ വന്നാൽ മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള അവൻ്റെ ഉത്തരം എന്താണ്? അവൻ പറയും ശമിഅതു നാസ യഖൂലൂൻ കദാ വ കദാ ഫഖുൽതു കദാ വ കദാ, ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഞാനും അതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവൻ്റെ അവസ്ഥ വളരെ ഹൈറത്തിലാണ്. അവൻ ദുനിയാവിൽ പറഞ്ഞിരുന്ന വാക്ക് ഇവിടെ പറയാൻ കഴിയുമോ എന്ന് അവൻ അറിയില്ല, പറഞ്ഞാൽ രക്ഷപ്പെടുമോ എന്ന് അവനറിയില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം കേട്ടിരുന്ന ചില വാക്കുകളുടെ ആൾക്കാർ പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കാഫിർ അവൻ ഖബറിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ ഇരുട്ട് വ്യാപിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖബറുകൾ ഒന്നല്ലെങ്കിൽ റൗദത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫറിൻ നാർ, ഒന്നല്ലെങ്കിൽ സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകത്തിൻ്റെ ഗർത്തങ്ങളിൽ ഒരു ഗർത്തമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അവൻ്റെ ഖബറിലെ സ്ഥിതി. അവൻ്റെ സയ്യിആത്തുകൾ, അവൻ്റെ തിന്മകൾ അവനോടൊപ്പം അവിടെ സഹചാരിയായിട്ടുണ്ടായിരിക്കും. നരകത്തിൽ നിന്നുള്ള ചൂടും പുകയുമെല്ലാം അവനെ ബാധിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാലോ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലോ, അന്ത്യനാളിൽ അവൻ്റെ അവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അപമാനിക്കപ്പെടുക എന്നതാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഖീദയുടെ ദർസിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും. മുനാഫിഖുകൾ, പുരുഷന്മാരും സ്ത്രീകളും പറയുന്ന ഒരു ദിവസം, ഉൻദുറൂന, സിറാത്തിൻ്റെ പാലത്തിലെത്തുമ്പോൾ അവർ പറയും, ഒന്ന് കാത്തു നിൽക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ ഒന്ന് വഴി കണ്ടെത്തട്ടെ. ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ, അവരോട് പറയപ്പെടും തിരിച്ചു പോയിക്കൊള്ളുക, പിറകോട്ട് പോകുക. ഫൽതമിസൂ നൂറാ, എന്നിട്ട് നിങ്ങൾ അവിടെ വല്ല പ്രകാശവും കിട്ടുമോ എന്ന് പോയി തപ്പി നോക്കും. ഇനി അതിനുശേഷം നരകത്തിലേക്ക് ഇവർ വലിച്ചെറിയപ്പെട്ടാൽ അവിടെയുള്ള സ്ഥിതി എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു പറയുന്നു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിഖുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. ഈ അടിത്തട്ടിൽ എങ്ങനെയാണ്? ചില മുഫസ്സിറുകൾ അത് വിശദീകരിച്ചപ്പോൾ സലഫുകളുടെ ചില വാക്കുകൾ കൊടുത്തേക്കാണ്. അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇടുങ്ങിയ ഒരു പെട്ടിയിൽ അവരെ ബന്ധിക്കുകയും നരകത്തിൻ്റെ അടിത്തട്ടിലിട്ട് അവരെ കത്തിക്കുകയും ചെയ്യുന്നതാണ്. നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകും തോറും ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കുകയാണ്. അപ്പോൾ ഏറ്റവും താഴെയാണ് ഈ കൗമുണ്ടായിരിക്കുക. നോക്കൂ, എത്ര ഇരുട്ടിൻ്റെയും അതുപോലെ ശിക്ഷകളുടെയും എത്ര തട്ടുകളാണ് അവർക്ക് മുകളിൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതായിരിക്കും മുനാഫിഖ് അന്ത്യനാളിലെത്തിയുള്ള അവസ്ഥ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, ദഹബല്ലാഹു ബിനൂരിഹിം, മരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും അവിടെ അവസാനിക്കും. അതുപോലെ തന്നെ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഹദീസിൽ വന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കണങ്കാൽ ഒളിവാക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് സുജൂദിന് സാധിക്കുകയില്ല. ഇങ്ങനെ മുനാഫിഖുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അവർ അനുഭവിച്ചിരുന്ന നേട്ടങ്ങളെല്ലാം അതോടുകൂടി അവർക്ക് അവസാനിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞത് എന്ന് ഷെയ്ഖ് സഅദി അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. ഇതല്ലാത്ത വേറെയും വിശദീകരണങ്ങൾ തഫ്സീറുകളിലുണ്ട്. പ്രബലമായ ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കൂടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറൻ, അവരുടെ ഉപമ തീ കത്തിച്ച ഒരാളെ പോലെയാണ്. ശരി, അള്ളാഹു അവരുടെ തീ കെടുത്തി എന്നാണോ അതിലുള്ളത്, ഖുർആനിലുള്ളത്? എന്താ ഉള്ളത്? ബിനാരിഹിം എന്നാണോ? ബിനൂരിഹിം. അള്ളാഹു അവരുടെ തീ കെടുത്തി എന്നല്ല പറഞ്ഞത്, അവരുടെ പ്രകാശമില്ലാതെയാക്കി എന്നാണ് പറഞ്ഞത്. ഫസ്രീങ്ങൾ പറഞ്ഞു, തീ കെടുന്നതോടുകൂടി പിന്നെ പ്രകാശം കെട്ടതോടുകൂടി ചൂട് അവിടെ ബാക്കിയാണ്. തീ കൊണ്ടുള്ള ചൂട് അവരവിടെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പ്രകാശമില്ല, ഒന്നല്ലെങ്കിൽ ചവിട്ടിയാൽ ചിലപ്പോൾ ഈ ചവിട്ടുന്ന ഏതിലായിരിക്കും? ഈ കനലിലായിരിക്കും, തീയിലായിരിക്കും. ചൂട് അവർ ഇപ്പോഴും
നേരിട്ട് കൊണ്ടിരിക്കുന്നു, അതിനെ അവർ പേടിക്കേണ്ടതുണ്ട്. ചൂട് അവിടെ ബാക്കിയാണ്, പ്രകാശം മാത്രമാണ് അള്ളാഹു എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞത്. ആ പ്രയോഗം വളരെ സൂക്ഷ്മമായ പ്രയോഗമാണ്. അവരുടെ തീ ഒന്നാകെ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞില്ല, മറിച്ച് കനൽ അവിടെയുണ്ട്, ചൂട് അവിടെയുണ്ട്, അതിൻ്റെ പ്രകാശം അതുകൊണ്ടുള്ള ഉപകാരമില്ലാതെയാക്കി കളഞ്ഞു. ചൂട് അവിടെ ബാക്കിയുണ്ട്. ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവന് ശിക്ഷ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അത് ചില മുഫസ്സിറുകൾ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞതായി കാണാം. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വെളിച്ചം എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം ഇസ്ലാം മുസ്ഹഫ് നിങ്ങൾക്ക് മേലൊക്കെ വെച്ചോടിട്ടാ അതിൽ നടന്നു പോകുമ്പോഴൊക്കെ. അതുപോലെ മുസ്ഹഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ കാല് വെക്കരുത്, ശ്രദ്ധിക്കണം. മുസ്ഹഫ് നല്ല ഇൽമിൻ്റെ കിതാബുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നൂർ ഇസ്ലാമിനെ വിശേഷിപ്പിച്ചത് വെളിച്ചമെന്നാണ്. ദഹബല്ലാഹു ബിനൂരിഹിം. ഇസ്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴിയിൽ കാണുന്ന തടസ്സങ്ങൾ, അവനുണ്ടാകുന്ന ഉപദ്രവങ്ങൾ എല്ലാം അവന് കാണിച്ചു കൊടുക്കുന്ന വെളിച്ചമാണ്. ഇസ്ലാം അവന് വഴിയിൽ വെളിച്ചം കാണിക്കുന്ന മാർഗമാണ്. ഈ ഉപമയിൽ ഈ പറഞ്ഞ സൂചനകളൊക്കെ ഉണ്ട്. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. നോക്കൂ, വഹും സുമ്മുൻ അൻ സമാഇൽ ഹഖി സമാഅ തദബ്ബുർ. അവർ കേൾക്കാൻ ശേഷിയില്ലാത്ത, ബധിരത എന്നല്ല പറയും, കേൾക്കാൻ പറ്റാത്ത അല്ലേ, ബധിരതയുള്ളവരാണ്. ബധിരത എന്നല്ല പറയല്, മൂകത സംസാരിക്കാൻ പറ്റാത്തതിനല്ലേ, അന്ധത കാണാൻ പറ്റും, ബധിരത അല്ലേ. ഹും സുമ്മുൻ, അവർക്ക് ബധിരതയുണ്ട്. അൻ സമാഇൽ ഹഖി, എന്താ അവർക്ക് ബധിരതയുണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞ് ചെവി കേൾക്കില്ല എന്നാണോ? അല്ല, ഇത് ഖുർആനിൽ പലയിടത്തുമുള്ള ശൈലിയാണ്. അൻ സമാഇൽ ഹഖ്, സത്യം കേൾക്കുന്നതിൽ അവർക്ക് ബധിരതയുണ്ട്. സത്യം അവർ കേൾക്കുന്നില്ല, അതായത് അവരത് ഉപകരിക്കുന്ന രൂപത്തിൽ അത് കേൾക്കുന്നില്ല. സമാഅ തദബ്ബുർ, തദബ്ബുർ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് കേൾക്കുക എന്നുള്ളത് അവർക്ക് സംഭവിക്കുന്നില്ല. അവരുടെ ചെവിയിൽ ഈ പറഞ്ഞ ആയത്തുകളൊക്കെ വന്നെത്തുന്നു, പക്ഷെ അതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. ഇത് ഒരു മനുഷ്യന് സംഭവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തെല്ലാം ആയത്തുകൾ കേട്ടിട്ടും അത് ഹൃദയത്തെ സ്വാധീനിക്കാതിരിക്കുക എന്നത് അങ്ങേയറ്റത്തെ അപകടമാണ്. നമ്മളത് ബാധിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. അടുത്ത ആയത്ത് ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന ആയത്താണ്. അടുത്ത ആയത്തിൽ അള്ളാഹു ഇടിനാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് യാതൊരു ഉള്ളിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഓതുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ഖുർആൻ ഒരു മാറ്റം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഹൃദയം അങ്ങേയറ്റം നിർജീവമാകുന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇവരെ സും എന്ന് പറഞ്ഞത്. അവർ കേൾക്കുന്നില്ല എന്നല്ല, ചെവി കേൾക്കുന്നില്ല എന്നല്ല, മറിച്ച് അവർക്ക് കേൾക്കുന്നത് ഉപകരിക്കുന്നില്ല. അത് സംഭവിക്കരുത്. തിന്മകൾ അധികരിക്കുമ്പോൾ, കാലം കുറച്ചധികം നീണ്ടുപോകുമ്പോൾ, വയസ്സ് അധികരിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രായം അധികരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വന്നതുപോലെ ഒരു പ്രായമായ ആളുകൾ, അവർക്ക് പ്രായം അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിൽ രണ്ട് കാര്യങ്ങൾ യുവത്വം ബാധിച്ചുകൊണ്ടിരിക്കും. ഒന്ന്, ഇനിയും ജീവിക്കാനുള്ള കൊതിയാണ്. രണ്ട്, സമ്പത്തിനോടുള്ള ആഗ്രഹമാണ്. ഇത് രണ്ടും പ്രായം അധികരിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ പ്രായം അധികരിക്കുമ്പോൾ നേരെ തിരിച്ചാണ് ആവേണ്ടിയിരുന്നത്. മരണം അടുക്കാനായിട്ടുണ്ട് എന്ന ഓർമ്മയാണ് അവനെ ബാധിക്കേണ്ടത്. അവൻ്റെ ഹൃദയം പെട്ടെന്ന് ലോലമാവാണ് വേണ്ടിയിരുന്നത്. നോക്കൂ നിങ്ങൾ, സാലിഹീങ്ങളായ ആളുകൾ അവർ പ്രായമാകുന്നതിനനുസരിച്ച് നിങ്ങൾ അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് ഖുർആൻ പെട്ടെന്ന് സ്വാധീനം ഉണ്ടാക്കും. സലാഹിൽ ജീവിച്ച ആൾക്കാരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റുള്ളവരെക്കാൾ ഖുർആൻ അവരെ സ്വാധീനിക്കും. അള്ളാഹിൻ്റെ ദീനിൽ പെട്ട എന്തെങ്കിലും പ്രായമായ ആൾക്കാരോട് ഒന്ന് ദുആ ചെയ്ത് നോക്കി, അവരടുത്ത് പോയിട്ട് അവർ കരയും. ചിലപ്പോൾ നല്ല പ്രായമായ ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഉമ്മാമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്താൽ ഉടനെ അവർ കരയും. ഒരു ഖുർആൻ കേട്ടാൽ അവരപ്പോൾ കരയും. കാരണം അവരുടെ മനസ്സ് ഹൈറിലായി ജീവിച്ച് അതിൻ്റെ അടയാളം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വേറെ ചില ആൾക്കാരോ, ചില പ്രായമായ ആൾക്കാരോ പ്രായമാകുന്നതിനനുസരിച്ച് കൂടുതൽ അതിക്രമിയാവും, കൂടുതൽ അതിർത്തി പ്രശ്നം, അയൽക്കാരായിട്ട് പ്രശ്നം, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് 40 വയസ്സെത്തുമ്പോൾ ശ്രദ്ധിക്കുക. പല ആളുകളും പറയുന്നത് 40 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് ഉസ്ർ നൽകാനുള്ള ഉസ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവന് കൊടുക്കാവുന്ന ഉസ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. 40 എത്തുക എന്നുള്ളത് തൗബ പുതുക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞ പ്രായമാണ്
40 പ്രായം. കാരണം മരണം ഇപ്പോഴും ആവശ്യത്തിന് ജീവിച്ചിട്ടുണ്ട്. പലരും ജീവിക്കേണ്ട പ്രായം എത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ഇത് നമ്മളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കണം. ഇങ്ങനെ ഇത് പരിഹരിക്കുക, ഖൽബ് ലോലമാക്കാനുള്ള വഴികൾ കണ്ടെത്തുക. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖബർ സിയാറത്ത്, യതീമിൻ്റെ തല തടവി കൊടുക്കുക, അതുപോലെ തന്നെ രഹസ്യമായ സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക, ഖുർആൻ രഹസ്യമായിരുന്നു ഓതുക, ഒറ്റയ്ക്കിരുന്ന് ഓതുക, ധാരാളം ഓതുക. നിങ്ങളെ ഹൃദയം നന്നാകുന്നത് വരെ ഇരുന്ന് ഓതുക. ഖുർആൻ ഹൃദയത്തെ നന്നായി സ്വാധീനിക്കും. ഒന്നും നടക്കുന്നില്ലേ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥം, അതിൻ്റെ പേരെന്താണ്? അദ്ദാഉ വദ്ദവാ, രോഗവും ചികിത്സയും. എന്താ രോഗം എന്നറിയാം നിങ്ങൾക്ക്? എന്നിട്ട് ചോദ്യം, അതിലെ തുടക്കത്തിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചതാണ്. ആ ചോദ്യമാണ് അതിലെ രോഗം. എന്താ രോഗം? രോഗം ഇതാണ്: പലതവണ ശരിയാവാൻ ശ്രമിക്കുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു, ശരിയായി കിട്ടുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും നന്നാവുന്നില്ല. ഇതിന് പരിഹാരം എന്തുകൊണ്ട്? അതിൽ അദ്ദേഹം അവസാനം പല പരിഹാരങ്ങൾ നിർദ്ദേശിച്ച ഒരു ആത്യന്തികമായ പരിഹാരമായി പറഞ്ഞ അള്ളാഹിന് മുന്നിൽ സുജൂദിൽ കിടക്കുക എന്നുള്ളതാണ്. ദുആ ചെയ്യുക പരിഹരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ മരുന്നുകൾക്കും അപ്പുറത്തുള്ള മരുന്ന് അതാണ്. ഒരു പരിഹാരവും കിട്ടുന്നില്ലേ, അള്ളാഹ് ദുആ ചെയ്യുക നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. നിനക്ക് അങ്ങേയറ്റത്തെ ആവശ്യമുള്ള അവസ്ഥയിൽ പ്രാർത്ഥിക്കുക. ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഒരിക്കലും വേണമെങ്കിൽ കിട്ടട്ടെ എന്നല്ല, എന്നെ കൈവടിയരുത് എന്ന അങ്ങേയറ്റത്തെ യാചനയോടുകൂടി തേടുക. ഇത് ഹിദായത്ത് നിൻ്റെ ആവശ്യമാണ്. എന്നാലോചിച്ച് നോക്കൂ സഹോദരൻ, ഇതിലല്ലാത്ത അവസ്ഥയിൽ നീ മരിച്ചു പോയാൽ ഹക്കാണ്. നീ ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പരലോകമുണ്ട്, തിരിച്ചു വരവിന് അവസരമില്ല. ആകെ ഒരു അവസരം ബാക്കിയുള്ളത് ഈ ജീവിതം. ഈ ഹഖീഖ, ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത്, ഇത് ഖൽബിലേക്ക് ഇറങ്ങിക്കിട്ടുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചാലെല്ലാം നടക്കില്ല. നമ്മൾ എന്ത് പണിയെടുത്തത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിനെ ഒരു കൈ കൊണ്ട് അധ്വാനിക്കാൻ അത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഹൃദയത്തെ എങ്ങനെ പറഞ്ഞെടുത്തേക്ക് വലിച്ചു കൊണ്ടുവരുമെന്നത് വലിയ ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ കയ്യിലാണിത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീൻ, യാ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖൽബി അലാ ത്വാഅതി. നമുക്ക് അതുകൊണ്ട് തന്നെ തലതിരിഞ്ഞു പോയ ആളുകൾ മുത്തക്കിസ് എന്നാണ് പറയുക അവർക്ക്. എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് ആകെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോയ ആളുകൾ, അവരുടെ ചരിത്രം വിവരിക്കുന്ന കിതാബുകളുണ്ട്. നോക്കൂ, സഹാബികൾ ജീവിക്കുന്ന കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അതിലൊരാൾ ആരായിരുന്നു? കാത്തിബുൽ വഹ്യായിരുന്നു. അള്ളാഹ് റസൂലിൻ്റെ വഹ്യ എഴുതിയിരുന്ന ആളാണ്. അയാളാണ് പിന്നീട് നസ്രാനിയായത്. നോക്കൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആർക്കാണ് അപ്പോൾ സുരക്ഷിതത്വമുള്ളത്? അതുകൊണ്ട് അത് തിരിച്ചറിയുക, അവനവൻ്റെ ഹിദായത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, വില കൊടുക്കാതിന്, നിഅമത്തിനെ സംരക്ഷിക്കുക. എങ്ങനെ നിഅമത്തിനെ സംരക്ഷിക്കുക? നിനക്ക് വിലപിടിപ്പുള്ള വലിയ സമ്പത്തുണ്ട്, നീ അതിനെങ്ങനെ സംരക്ഷിക്കുക? കണ്ടെടുത്തൊക്കെ പോയിട്ട് അത് ഇട്ട് വെക്കോ? ഇല്ല. നീ അത് എങ്ങനെയൊക്കെ, നിനക്ക് ഏറ്റവും വില പിടിച്ച സാധനം നീ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അതുപോലെ ഹിദായത്തിനെ നീ കാണുക. ഹിദായത്ത് ഒരിക്കലും ഭാഗ്യപരീക്ഷണത്തിന് വെക്കരുത്, വഴികേടിൻ്റെ ആളുകൾക്ക് മുന്നിൽ കൊണ്ട് വെക്കരുത്, ദലാലത്തുകൾക്ക് മുന്നിൽ വെക്കരുത്. സംരക്ഷിക്കുക അതിനെ. കണ്ടതും കേട്ടതും എല്ലാം കാണുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. ദലാലത്തിൻ്റെ സ്ഥലങ്ങളിലേക്ക് പോയി നിൽക്കരുത്. എന്നാൽ അകലം പാലിക്കുക. ഒന്ന് കേട്ടു നോക്കട്ടെ. നിൻ്റെ കയ്യിലല്ല ഹിദായത്തുള്ളത്, ശ്രദ്ധിക്കുക. സും എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹക്ക് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് ഉള്ളിലേക്ക് ഇങ്ങ് ഇറങ്ങുന്നില്ല. ഖവാരിജുകൾക്ക് സംഭവിച്ചതുപോലെ യഖറഊനൽ ഖുർആന ലാ യുജാവിസു തറാഖീഹിം, ഖുർആൻ അവർ ഓതുന്നുണ്ട്, പക്ഷെ ഇത് ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല, തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ആവരുത്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. ഖുർആൻ നിങ്ങളുടെ ഈമാൻ പരിശോധിക്കാനുള്ള നല്ല അളവുകോലുകളിലൊന്നാണ്. അതിനോടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവാണ് സംസാരിച്ചത്. അവൻ്റെ സംസാരം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് നിങ്ങളെ സ്വയം പരിശോധിക്കാനുള്ള നല്ല അളവുകോലാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ ഓതുന്നവരെ കാണുമ്പോൾ, അദ്ദേഹം ഖുർആൻ ഓതിയിട്ട് കരയുന്നവരെ കാണുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയുമായിരുന്നു എന്നാണ്, കലാം റബ്ബി കലാം റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സംസാരമാണ്, എൻ്റെ റബ്ബിൻ്റെ സംസാരമാണ്. ഞങ്ങളും തുടക്കത്തിൽ ഇതുപോലെയായിരുന്നു. അദ്ദേഹം സങ്കടം പറയാൻ, നമ്മൾ തുടക്കത്തിൽ ഇതുപോലെയായിരുന്നു, ഖുർആൻ കേൾക്കുമ്പോൾ ഞങ്ങൾ കരഞ്ഞിരുന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി സ്ത്രീകൾ ഒത്തുകൂടുമായിരുന്നു വീട്ടിൻ്റെ പുറത്ത്. അദ്ദേഹം രാത്രി നിസ്കരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭംഗി കാരണത്തിൽ കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം നിസ്കരിക്കുന്നത്. ആയിഷ ബീവി പറഞ്ഞ പോലെ
അദ്ദേഹം ഖുർആൻ ഓതിയാൽ കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ ഇമാം നിർത്താൻ പറഞ്ഞപ്പോൾ ആയിഷ ബീവിൻ്റെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹം നിസ്കരിക്കാൻ നിന്ന കരയും, അതുകൊണ്ട് ഉമറിനെ നിർത്തിയേ. അങ്ങനെയായിരുന്നു സഹാബികൾക്ക് ഖുർആൻ അവരെ സ്വാധീനിച്ചിരുന്നത്. പക്ഷെ നമ്മൾ നമ്മളെ സ്വന്തം ശരിക്കും പരിശോധിക്കുക. എത്ര ദിവസമായി നമ്മൾ ഖുർആൻ ഓതിയിട്ടൊന്ന് കണ്ണ് നനഞ്ഞിട്ടെങ്കിലും എത്ര ദിവസമായെന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. ഖുർആനായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണെന്നുള്ളത് അത് നന്നായി ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു സും എന്ന എന്തേ സും എന്ന് പറഞ്ഞാൽ എത്ര തവണ നമ്മൾ ഓതുന്നുണ്ട്. സും എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നല്ല, കേൾക്കുന്നവർക്ക് യാതൊരു ചിന്തയും ഉണ്ടാക്കുന്നില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സുമ്മുൻ ബുക്മുൻ ബുക്മുൻ അനിൻ നുത്ഖി ബിഹി. ബുക്ം എന്ന് പറഞ്ഞാൽ അവർ മൂകതയുള്ളവരാണ്, സംസാരിക്കാൻ അവർക്ക് ശേഷിയില്ല. എന്ത് സംസാരിക്കാൻ ശേഷിയില്ല. അനിൻ നുത്ഖി ബിഹി, സത്യം ഉച്ചരിക്കാനുള്ള ശേഷി അവരുടെ നാവിനില്ല. സത്യം അവരവരുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ തയ്യാറല്ല. ഉമ്യുൻ അൻ ഇബ്സാരി നൂറിൽ ഹിദായ. ഉമ്യുൻ അന്ധരാണ്, അവർ അന്ധര ബാധിച്ചവരാണ്. അൻ ഇബ്സാരി നൂറിൽ ഹിദായ, എന്ത് കാണാൻ അവർക്ക് തടസ്സമുള്ളത്? ഹിദായത്തിൻ്റെ വെളിച്ചം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ പറഞ്ഞതൊക്കെ നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ ഖുർആൻ നോക്കൂ. നമ്മൾ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുന്നു, തഫ്സീറുകൾ എടുക്കുന്നു, പണ്ഡിതന്മാരുടെ വാക്കുകൾ വായിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ, അവരും നമ്മളൊക്കെ ഓതുന്ന ഒരേ കലാമാണ്, ഒരേ ഖുർആനാണ്. പക്ഷെ അള്ളാഹു അവർക്ക് ഫത്ത് ചെയ്ത് നോക്കും, അവർക്ക് തുറന്നു കൊടുത്ത് നോക്കൂ. പക്ഷേ മറ്റു ചിലർക്ക് തുറന്നു കൊടുക്കാത്തത് നോക്കൂ. അതാണ് ഇബ്സാറുൽ ഹഖ് എന്ന് പറയുന്നത്. സത്യം കാണാൻ പറ്റുക, ഖുർആൻ വായിച്ചിട്ട് അതിൽ ഹഖ് കാണാൻ പറ്റുക. അതിലേറ്റവും വിചിത്രമായ കാര്യം ഖുർആൻ മിൻ അവ്വലി ഇലാ ആഖിരി, ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് തൗഹീദ് കണ്ടെത്താൻ കഴിയാത്തൊരുത്തൻ്റെ അവസ്ഥയാണ്. ഇതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് അവൻ പറയണം മരിച്ചവരോട് വിളിച്ച് തേടാം, ഔലിയാക്കന്മാരുടെ സഹായം ചോദിക്കുക എന്ന് പറയുന്നവൻ്റെ കഥ എന്താണ്? ഖുർആൻ അതിനെ അവതരിപ്പിച്ച തന്നെ ഇതിനെതിർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവനിത് ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് കണ്ടെത്തിയത് എന്താ? ഇതിൽ മരിച്ചവരോട് തേടാനുണ്ട് എന്നാണ്. ഉമ്യുൻ അൻ ഇബ്സാറിൽ ഹഖ് നൂറിൽ ഹിദായ, ഹിദായത്തിൻ്റെ പ്രകാശം കാണാൻ കഴിയാത്ത അന്ധത അവരെ ബാധിച്ചിരിക്കുന്നു. ലിദാലിക, പിന്നെ അല്ലാഹു ഹും ലാ യർജിഊൻ, അതിനുള്ള തഫ്സീർ ഇനി പറയുന്നത്. ലിദാലിക, അതുകൊണ്ട് തന്നെ ലാ യസ്തതിഊന റുജൂഅ ഇലൽ ഈമാൻ, അതുകൊണ്ട് തന്നെ അവർക്ക് ഈമാനിലേക്കൊരു മടക്കം ഇനി സാധിക്കുന്നതല്ല. ലാ യസ്തതിഊൻ, സാധിക്കുകയില്ല. അർറുജൂ ഇലൽ ഈമാൻ, സത്യത്തിലേക്ക് മടങ്ങുന്നത്. അല്ലദീ തറക്കൂഹു, ഏതാണ് ആ ഈമാൻ? അല്ലദീ തറക്കൂ, അത് അവർ ഉപേക്ഷിച്ചതാണ്. ശ്രദ്ധിക്കുക സഹോദരി, ഇത് ശ്രദ്ധിക്കുക. ഹക്ക് ഒരു തവണ വന്നു വാതിൽ മുട്ടിയിട്ട് അത് പിന്നെ എപ്പോഴെങ്കിലും ആവാം എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോൾ നിനക്ക് അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇത് എല്ലാ ഹക്കിൻ്റെയും കാര്യം ഇങ്ങനെയാണ്, ചെറുതായിട്ട് വലുതായിട്ട്. ഹറാമുകൾ ഇതേപോലെ തന്നെയാണ്. പ്രവേശിക്കുമ്പോൾ പല ആൾക്കാരുടെ ഉദ്ദേശം എന്താ? കയറിയിട്ട് തിരിച്ചിറങ്ങാനാണ്. എത്ര പേര് തിരിച്ചിറങ്ങിയിട്ടുണ്ട്? വൃത്തികേടുകൾ കാണാൻ തുടങ്ങുമ്പോൾ പലരും തീരുമാനിച്ചെന്താ, ഇത് കണ്ടതിന് ശേഷം ഇനി കാണാൻ പോകില്ല എന്നാണ്. പക്ഷെ അവൻ പിന്നെ അതിന് തിരിച്ചിറങ്ങിയോ? അല്ല, അവനതിന് കൂടുതൽ ആഴത്തിലേക്കാണ് പോയത്. മദ്യവും ലഹരിയും ഒക്കെ ഉപയോഗിച്ചവരെ കാണുന്നില്ല നിങ്ങൾ? ഇതേപോലെ തന്നെ ഏത് തിന്മകളും, ആ തിന്മ ആദ്യത്തിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവന് അത് വളരെ എളുപ്പമാകുമായിരുന്നു. പക്ഷെ അവന് കയറിയത് എന്ത് വിചാരിച്ചിട്ടാണ്? അത് അള്ളാഹു പറഞ്ഞ എത്ര സത്യമാണ്. ലാ യർജിഊൻ, ഇനി മടങ്ങി വരികയില്ല എന്ന് പറയുന്ന എത്ര കൃത്യമാണത്. ഈമാൻ അവർ ഉപേക്ഷിച്ചു. അവർ വിചാരിച്ച് എപ്പോൾ തോന്നുമ്പോഴേക്ക് തിരിച്ചു പോകാമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അവർ തിരിച്ചു വരില്ല. ഇത് മുനാഫിഖിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. നമുക്കിതുണ്ടാവരുത്. ഹക്ക് കണ്ടാൽ, നന്മ കണ്ടാൽ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക, അത് വൈകിക്കാതിരിക്കുക. ചിലപ്പോൾ പിന്നെ അത് തിരിച്ചു പോകാൻ പറ്റാത്ത രൂപത്തിൽ തടയിടപ്പെടും. ഏത് ഹക്കും ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട്, അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹദീസ്, ഭക്ഷണം കഴിക്കാനിരുന്നു. ഈ ചങ്ങാതി ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നീ വലത് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. അയാളോട് വലത് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞില്ല, സാധിക്കില്ലെന്ന് പറഞ്ഞു. അഹങ്കാരമാണ് അയാൾ തടഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിനക്ക് സാധിക്കാതിരിക്കട്ടെ. സഹാബികൾ പറയും, പിന്നീട് അവൻ തൻ്റെ വലത് കൈ തൻ്റെ വായിലേക്ക് ഉയർത്താൻ അവന് സാധിച്ചിട്ടില്ല. ഇതേപോലെയാണ് ദീനിലെ പല കൽപ്പനകളും. നിസ്കാരത്തിൽ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തുന്ന അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. ചില ആൾക്കാർ ചെയ്തിട്ടുണ്ട്.
അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ് ചിലരിൽ സത്യമായി പുലർന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാണാം. പിന്നെ അവന് കണ്ണ് താഴോട്ട് വരാത്ത അല്ലെങ്കിൽ അവൻ്റെ രൂപം മാറ്റപ്പെടുന്ന സ്ഥിതികളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ദീൻ കൊണ്ട് പരീക്ഷണത്തിന് നിൽക്കാതിരിക്കുക, അള്ളാഹ് കൽപ്പിച്ചനുസരിക്കുക, വിലക്കിയത് ഉപേക്ഷിക്കുക, ഏതെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച പറ്റിയാൽ ഉടനെ തൗബ ചെയ്യുക, മടങ്ങി വരാമെന്ന പ്രതീക്ഷയിൽ തിന്മകൾ അതിലേക്ക് കാലെടുത്ത് വെക്കാതിരിക്കുക. വസ്തആദു അൻഹു ബിദ്ദലാൽ എന്നാൽ അവർക്ക് അതിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. ഏത് ഈമാൻ? ആ ഈമാൻ അതിനു പകരം അവർ ഇസ്തആദ എന്ന് പറഞ്ഞാൽ ഇവദ് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ഇവദ് എന്ന് പറഞ്ഞാൽ ഇവദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നിന് പകരമായി മറ്റൊന്ന് വായിക്കാം. വസ്തആദു അവർ പകരമായി എടുത്തു. ഏതെടുത്തു? ഇസ്തആദു അൻഹു ഈമാനിന് പകരം അവർ സ്വീകരിച്ചു. എന്ത് സ്വീകരിച്ചു? ബിദ്ദലാൽ, ദലാലത്ത് അവർ സ്വീകരിച്ചു. ഇതാണ് ആ പറഞ്ഞ ഉപമയിൽ വിശദീകരിച്ചിട്ടുള്ളത്. وهذا والله تعالى أعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.